എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അബീക കിച്ചൺ. എൻ്റെ പേര് സോണിയ. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോയുമായിട്ടല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പ്ലസ് കുറച്ച് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഞാൻ പ്രൊഫഷണലി ഒരു നേഴ്സാണ്. പക്ഷേ ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് ഒറ്റയ്ക്കൊരു പ്ലാറ്റ്ഫോമിൽ പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിക്കാൻ എനിക്ക് ഇച്ചിരി പേടിയും മടിയും ഒക്കെ ഉള്ള ഒരാളാണ്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് നന്നായിട്ടുണ്ട്. നിങ്ങളും നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങളെൻ്റെ കൂടെ നിൽക്കണം. എൻ്റെ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത്. ഏകദേശം ഒരു 2017 തൊട്ട് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, ഒരു ചാനൽ തുടങ്ങണം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊക്കെ. പക്ഷേ എന്തോ സാഹചര്യങ്ങൾ കൊണ്ട് അന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും 2024 ആകേണ്ടി വന്നു ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. 2024 നവംബറിൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഏകദേശം ഇപ്പോൾ ഒരു 7 മാസം അടുപ്പിച്ചായിട്ടുണ്ട്. ഒരു 17-18 വീഡിയോസ് അടുപ്പിച്ച് നമ്മൾ ചാനലിൽ ഇടുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് കുറവാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരു പക്ഷേ എൻ്റെ ഒരു മടി കാരണമായിരിക്കാം നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോസ് ഇടാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വീഡിയോ ഇടാനോ ഒന്നും പറ്റിയിട്ടില്ല. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള നമ്മുടെ ചാനലിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ ചാനൽ ഗ്രോത്ത് ആവുന്നുണ്ട്. പക്ഷേ ഞാൻ വീഡിയോസ് ഇട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഏകദേശം ഒരു 17 വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ചാനൽ വളരുന്നുണ്ട്, പക്ഷെ ഞാൻ വീഡിയോ ഇടുന്നില്ല. അതാണ് മെയിനായിട്ട് ഒരു പ്രോബ്ലമായിട്ട് ഞാൻ കാണുന്നത്. ചാനലിന് ഗ്രോത്ത് ഉണ്ട്, പക്ഷേ ഞാൻ വീഡിയോസ് കറക്റ്റായിട്ട് ഇടുന്നില്ല. എനിക്ക് കുറേ നല്ല ജെന്യൂൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ ഫ്രണ്ട്സിനെ പോലെ കാണുന്നു. അപ്പോൾ അവർ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ചാനൽ കൊള്ളാം, വീഡിയോസ് കൊള്ളാം, വോയിസ് കൊള്ളാം, എല്ലാം കൊള്ളാം, പക്ഷേ കുറച്ച് പാത്രങ്ങൾക്കൊക്കെ കുറച്ച് മാറ്റം വരുത്തണം എന്നും പറയാം. അപ്പം ഞാൻ വിചാരിച്ച ഓക്കെ, തെറ്റായിട്ടല്ല പറഞ്ഞത്. നല്ല നമ്മുടെ വളർച്ചയിൽ ആഗ്രഹിക്കുന്നവരായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം കുറച്ച് നല്ല നല്ല പാത്രങ്ങൾ വാങ്ങിച്ച് നമ്മുടെ ഒരു 7 മാസമായില്ലേ, ഇനി അടുത്തൊരു ലെവലിലേക്ക് നമുക്ക് കടക്കാറായിട്ടുണ്ട്. അപ്പം ചാനലിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട്. അപ്പം ഹസ്ബൻഡ് എനിക്ക് ഇവിടെ അടുത്തുള്ള കുറച്ച് ഷോപ്പുകളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഞാനിതിൽ പ്രൈസ് റിവീൽ ചെയ്യുന്നില്ല. തുടർന്നുള്ള വീഡിയോസിൽ ഇപ്പം ഇങ്ങനെ അൺബോക്സിങ് ചെയ്യണം, ആമസോണിൽ നിന്നോ മറ്റു ഫ്ലിപ്കാർട്ടിൽ നിന്നോ അങ്ങനെ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാം. അല്ല കുക്കിംഗ് വീഡിയോ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല ഗിവ് അവേ ആണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആ രീതിയിൽ നമുക്ക് ചാനൽ മുന്നോട്ട് പോകാം. നമുക്കൊരു ഫാമിലിയായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഒരു ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സിങ് ചെയ്താലോ? ഇനി മുന്നോട്ട് പോകുന്ന അവസരങ്ങളിൽ നല്ല നല്ല വീഡിയോസ് നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഐറ്റംസ് അൺബോക്സ് ചെയ്യാം അല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ എല്ലാവരും അൺബോക്സിങ് ചെയ്യുന്നത്. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. ഈ ഒരു പാത്രം എന്ന് പറയുന്നത് പ്രസ്റ്റീജിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കടായിയാണ്. സ്മോൾ സൈസിലുള്ളൊരു കടായിയാണിത്. അടുത്തതായി വാങ്ങിയിരിക്കുന്നത് ഒരു ചെറിയൊരു പാനാണ്. ചെറിയ സൈസിലുള്ള ഒരു പാനാണിത്. ഇതും ഒരു കടായി തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ളൊരു കടായിയാണ്. ഇനി കുറച്ച് ബൗളുകളാണ് വാങ്ങിയിരിക്കുന്നത്. വൈറ്റ് കളറിലുള്ള ബൗളും പ്ലേറ്റുകളുമാണ് വാങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലുള്ള കുറച്ച് ബൗളുകളും പ്ലേറ്റുമാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് കുറച്ച് തവികളും സ്പൂണുകളുമാണ്. ആ കുതിര ഗ്ലാസ് കണ്ടില്ലേ, നൊസ്റ്റു അടിച്ച് വാങ്ങിയത്. പണ്ട് ചായക്കടയിലൊക്കെ ചായ കിട്ടുന്ന ഗ്ലാസ്, അത് കണ്ട് നൊസ്റ്റു അടിച്ച് വാങ്ങിയതാണേ.
ഇതെല്ലാം വാങ്ങിയിരിക്കുന്നത് സിംഗിൾ പീസ് റേറ്റിലാണ് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രൈസ് റിവീൽ ചെയ്യാത്തത്. നമുക്ക് ഇത് 2, 3 ഒക്കെ ആയിട്ട് നമുക്ക് ഓൺലൈനിൽ ചിലപ്പം ഇതിലും വില കുറച്ച് കിട്ടും. അപ്പോൾ ഇത് ചിലപ്പം വില കൂടുതലായിരിക്കും, അല്ലെങ്കിൽ വില കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രൈസ് ഇതിനകത്ത് റിവീൽ ചെയ്യാത്തത്. നിങ്ങൾക്കിനി അങ്ങനെ പ്രൈസ് റിവീൽ ചെയ്യണമെങ്കിൽ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ പ്രൈസ് റിവീൽ ചെയ്യാം. ഇതൊരു റെസിപ്പി വീഡിയോ അല്ല. തുടർന്നുള്ള നമ്മുടെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്